Yes, I like to do it. No, I don't like to do it. Yes, he likes to do it. No, he doesn't like to do it. Yes, everyone likes to do it. Hello, welcome again to English Wow. I am Nishad. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ, ഏത് ഭാഷയും ഇംഗ്ലീഷ് ഭാഷ പ്രത്യേകിച്ച് ഇതിനൊക്കെ ഓരോ രൂപങ്ങൾ, ഓരോ സ്ട്രക്ചറുകളുണ്ട്. ആ സ്ട്രക്ചറുകൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ട്രക്ചർ തന്നെയാണ് പല പല കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. കാരണം ഒരു സെൻറ്റൻസിനെ സബ്ജക്റ്റുകൾ മാറ്റിയിട്ട്, അതായത് അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ മാറ്റി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ഞാനിവിടെ കുറച്ച് സബ്ജക്റ്റുകൾ, അതായത് കുറച്ച് പ്രനൗണുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കുക. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും നമ്മളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അതല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ടായിരിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ, ഈ പ്രനൗണുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സെൻറ്റൻസ് നിങ്ങളോട് പറയാം. ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പ്രനൗണായിട്ടുള്ള ഐ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് പറയാം? സിംപ്ലി നമുക്കിങ്ങനെ പറയാം, ഐ ലൈക്ക് ടു ഡു ഇറ്റ്. എന്താ പറയുക? ഐ ലൈക്ക് ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഞാനാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ എന്നുള്ളത് മാറ്റി ഈ സബ്ജക്റ്റുകളിലൂടെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ഐ ലൈക്ക് ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിനെ, അല്ലെങ്കിൽ ലൈക്ക് ടു ഡു ഇറ്റ് എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ട് എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്പോക്കൺ സ്റ്റൈലിൽ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മളിത് പറയുന്നതിന് മുൻപ് യെസ്, അതുപോലെ തന്നെ നോ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഒന്ന് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ തന്നെ ഇപ്പോൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യെസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. യെസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കും? അപ്പോൾ നമ്മളൊരു നോ ചേർത്ത് പറയാം, നോ ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. നോ ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. ഇനി നമുക്കതിൻ്റെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഐ എന്നുള്ളത് നമ്മളിവിടെ യു, അടുത്ത പ്രനൗണായിട്ടുള്ള യു ഒക്കെയാണ്. യെസ് യു ലൈക്ക് ടു ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ചില ആളുകളോട് പറയാറില്ലേ, നീ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ, അങ്ങനെ ചോദിക്കില്ലേ? സോ യെസ് യു ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് യു ലൈക്ക് ടു ഡു ഇറ്റ്. നീ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നോ യു ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് യു ലൈക്ക് ടു ഡു ഇറ്റ്. നോ യു ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. ഇനി അടുത്ത സബ്ജക്റ്റ്, യെസ് ദേ ലൈക്ക് ടു ഡു ഇറ്റ്. ദേ ലൈക്ക് ടു ഡു ഇറ്റ്. അവരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. യെസ് ദേ ലൈക്ക് ടു ഡു ഇറ്റ്. നോ ദേ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. അവരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നോ ദേ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. ഇനി അടുത്തത്, യെസ് വി ലൈക്ക് ടു ഡു ഇറ്റ്. ഞങ്ങളത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. യെസ് വി ലൈക്ക് ടു ഡു ഇറ്റ്. നോ വി ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. യെസ് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. നോ ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് യു ലൈക്ക് ടു ഡു ഇറ്റ്. നോ യു ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് ദേ ലൈക്ക് ടു ഡു ഇറ്റ്. നോ ദേ ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. യെസ് വി ലൈക്ക് ടു ഡു ഇറ്റ്. നോ വി ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഈ ഡോണ്ട് എന്നുള്ള യൂസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സബ്ജക്റ്റിനനുസരിച്ചാണ് അത് മാറുന്നത്. ഇനി അടുത്ത 2 സബ്ജക്റ്റുകൾ നോക്കൂ. അവിടെ ഹീയും ഷിയുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് വരുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇതേ സംഗതി നമ്മൾ അവിടെ പറയുമ്പോൾ എങ്ങനെ പറയാം? യെസ് ഹീ ലൈക്സ് ടു ഡു ഇറ്റ്. അവിടെ ആ ലൈക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ രസം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം അവിടെ ഹീ ആണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഷീ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതൊക്കെ പ്ലൂരൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി പറയുന്നത് സിംഗുലർ കാറ്റഗറിയിലാണ് വരുന്നത്, അതായത് ഏകവചനം എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. സോ യെസ് ഹീ ലൈക്സ് ടു ഡു ഇറ്റ്. അതെ, അവനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നോ ഹീ ഡസൻ ലൈക്ക് ടു ഡു ഇറ്റ്. അവിടെ അതിനെ നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഡോണ്ട് അല്ല ഡസിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? നോ he doesn't like to do it. Yes he likes to do it. No he doesn't like to do it. Yes she likes to do it. അവൾ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. No she doesn't like to do it. Yes he likes to do it. No he doesn't like to do it. Yes she likes to do it. No she doesn't like to do it. അടുത്ത 2 സബ്ജക്റ്റുകൾ നോക്കൂ. എവ്രി വൺ എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് എവ്രി വൺ എന്ന് പറഞ്ഞാൽ? എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എവ്രി വൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം?
യെസ് എവ്രി വൺ ലൈക്സ് ടു ഡു ഇറ്റ്. ഇതൊരു സ്പോക്കൺ ആണ് കേട്ടോ, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത്. യെസ്, ഇപ്പോൾ നിങ്ങളൊരു സാഹചര്യത്തിൽ പറയുകയാണ് യെസ് എവ്രി വൺ ലൈക്സ് ടു ഡു ഇറ്റ്, യെസ് എവ്രി വൺ ലൈക്സ് ടു ഡു ഇറ്റ്. അവിടെ അതിന് സിംഗുലർ ആയിട്ടാണ്, എവ്രി വൺ എന്നുള്ളതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ വേർബിൻ്റെ കൂടെ എസ് ഉപയോഗിക്കുന്നത്. യെസ് എവ്രി വൺ ലൈക്സ് ടു ഡു ഇറ്റ്. ഇനി അടുത്തത് എന്താണ്? നോ വൺ എന്നുള്ളതാണ്. അപ്പോൾ നോ വൺ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ വീണ്ടും ഒരു നോട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? നോ വൺ ലൈക്സ് ടു ഡു ഇറ്റ്. അവിടെ നോ വൺ എന്നുള്ളത് തന്നെ നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ നോ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡസിൻ്റോ അല്ലെങ്കിൽ ഡോണ്ടോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നോ വൺ ലൈക്സ് ടു ഡു ഇറ്റ്. ഓക്കെ, യെസ് എവ്രി വൺ ലൈക്സ് ടു ഡു ഇറ്റ്, നോ വൺ ലൈക്സ് ടു ഡു ഇറ്റ്. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇനി സംസാരിക്കാറുണ്ട്, സംസാരിക്കാറില്ല, ഈ അർത്ഥത്തിലാണ് സെൻറ്റൻസുകളൊക്കെ പോകുന്നത്. എങ്ങനെയാണ്? സംസാരിക്കാറുണ്ട്, സംസാരിക്കാറില്ല, പതിവായി സംസാരിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളൊരു യെസ് വെച്ച് പറയണം. യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, നോ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, നോ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് യു സ്പീക്ക് ഇംഗ്ലീഷ്, നോ യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് they speak English, no they don't speak English. Yes we speak English, no we don't speak English. ഇപ്പോൾ നമ്മൾ പ്ലൂരൽ സ്വഭാവത്തിലാണ് പറഞ്ഞത്. ഇനി ഈ പറഞ്ഞതിനേക്ക് നമ്മൾ സിംഗുലർ സ്വഭാവത്തിലേക്ക് വരുന്ന സമയത്ത് യെസ് ഹി സ്പീക്സ് ഇംഗ്ലീഷ്, നോ ഹി ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, നോ ഷീ ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്തത് യെസ് എവ്രി വൺ സ്പീക്സ് ഇംഗ്ലീഷ്, എവ്രി വൺ സ്പീക്സ് ഇംഗ്ലീഷ്, no one speaks English, no one speaks English. എന്താ അങ്ങനെ പറഞ്ഞാൽ ആരും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. യെസ് എവ്രി വൺ സ്പീക്സ് ഇംഗ്ലീഷ്, എവ്രി വൺ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ കൂടെ പറഞ്ഞു നോക്കാം. യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്, നോ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് യു സ്പീക്ക് ഇംഗ്ലീഷ്, നോ യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്, നോ ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. Yes, we speak English, no we don't speak English. Yes he speaks English, no he doesn't speak English. Yes she speaks English, no she doesn't speak English. Yes everyone speaks English, no one speaks English. Yes, അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ ഇത് വെച്ച് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രസൻറ്റിലുള്ള ഒരു കാര്യമാണ്. ഇനി പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസിനെ ഞാനൊന്ന് പറയാം. സെൻറ്റൻസ് ഇതാണ്. യെസ് ഐ ഡിഡ് ഇറ്റ് വെൽ. ഞാനത് നന്നായി ചെയ്തു. യെസ് ഐ ഡിഡ് ഇറ്റ് വെൽ. യെസ് ഐ ഡിഡ് ഇറ്റ് വെൽ. നോ ഐ ഡിഡ് നോട്ട് ഡു ഇറ്റ് വെൽ. അപ്പോൾ അവിടെ ഡിഡ് വെച്ച് പറഞ്ഞതിനെ നമ്മൾ ഡിഡ് നോട്ട് വെച്ചിട്ടാണ് നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. യെസ് ഐ ഡിഡ് ഇറ്റ് വെൽ. ഞാനത് നന്നായി ചെയ്തു. നോ ഐ ഡിഡിൻ ഡു ഇറ്റ് വെൽ. ഐ ഡിഡിൻ ഡു ഇറ്റ് വെൽ. അടുത്ത സെൻറ്റൻസ് എന്താണ്? യെസ് യു ഡിഡ് ഇറ്റ് വെൽ. നിങ്ങൾ വേറൊരാളോട് പറയണം യെസ് യു ഡിഡ് ഇറ്റ് വെൽ. നോ യു ഡിഡിൻ ഡു ഇറ്റ് വെൽ. നിങ്ങളത് നന്നായി ചെയ്തില്ല. നോ യു ഡിഡിൻ ഡു ഇറ്റ് വെൽ. യെസ് ദേ ഡിഡ് ഇറ്റ് വെൽ. അവരത് നന്നായി ചെയ്തു. യെസ് ദേ ഡിഡ് ഇറ്റ് വെൽ. No, they didn't do it well. No, they didn't do it well. Yes, we did it well. We did it well. No, we didn't do it well. അടുത്തത് നമ്മൾ ഹി ഷീ എവ്രി വൺ നോ വൺ വെച്ചിട്ടാണ്. ഇവിടെ പറയുമ്പോഴും ഇതേ ഡിഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുക. ഇതേ ഡിഡ് നോട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക. അതിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, സോ യെസ് ഹി ഡിഡ് ഇറ്റ് വെൽ. നോ ഹി ഡിഡ്ന്റ് ഡു ഇറ്റ് വെൽ. യെസ് ഹി ഡിഡ് ഇറ്റ് വെൽ. നോ ഹി ഡിഡ്ന്റ് ഡു ഇറ്റ് വെൽ. യെസ് ഷീ ഡിഡ് ഇറ്റ് വെൽ. അവൾ നന്നായി ചെയ്തു. യെസ് ഷീ ഡിഡ് ഇറ്റ് വെൽ. നോ ഷീ ഡിഡ്ന്റ് ഡു ഇറ്റ് വെൽ. യെസ് എവ്രി വൺ ഡിഡ് ഇറ്റ് വെൽ. എല്ലാവരും നന്നായി ചെയ്തു. യെസ് എവ്രി വൺ ഡിഡ് ഇറ്റ് വെൽ. നോ വൺ ഡിഡ് ഇറ്റ് വെൽ. നോ വൺ ഡിഡ് ഇറ്റ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരും നന്നായി ചെയ്തില്ല. യെസ് എവ്രി വൺ ഡിഡ് ഇറ്റ് വെൽ. നോ വൺ ഡിഡ് ഇറ്റ് വെൽ. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ സെൻറ്റൻസ് കൂടി നോക്കാം. അവസാനമായിട്ട് ഒരൊറ്റ സെൻറ്റൻസ് കൂടി, പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെൻറ്റൻസ്. അപ്പോൾ ഞാനത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യെസ് ഐ വാസ് ഡൂയിങ് ഇറ്റ്. യെസ് ഐ വാസ് ഡൂയിങ് ഇറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ആൻസറാണത്. യെസ് ഐ വാസ് ഡൂയിങ് ഇറ്റ്. ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയാം? നോ ഐ വാസ് നോട്ട് ഡൂയിങ് ഇറ്റ്. നോ ഐ വാസ് നോട്ട് ഡൂയിങ് ഇറ്റ്. യെസ് I was doing it.
No, I was not doing it. Yes, you were doing it. No, you were not doing it. Yes, they were doing it. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Yes, they were doing it. അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. They were doing it. No, they were not doing it. Yes, we were doing it. We were doing it. We were doing it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Yes, we were doing it. We were doing it. No, we were not doing it. Yes, we were doing it. No, we were not doing it. Yes, he was doing it. അവനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. He was doing it. No, he was not doing it. He was not doing it. അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. No, he was not doing it. Yes, she was doing it. അവളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. No, she was not doing it. അടുത്തത് എന്താ പറയുക? Yes, everyone was doing it. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Yes, everyone was doing it. Everyone was doing it. No, no one was doing it. No one was doing it. ആരും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. No one was doing it. ഞാൻ ഈ പറഞ്ഞതൊന്നും കൂടിയും പറയാം. Yes, I was doing it. No, I was not doing it. Yes, you were doing it. No, you were not doing it. Yes, they were doing it. No, they were not doing it. Yes, we were doing it. No, we were not doing it. Yes, he was doing it. No, he was not doing it. Yes, she was doing it. No, she was not doing it. Yes, everyone was doing it. No, no one was doing it. That's all. This is an effective practice. Start doing it. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. 60 ദിവസത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ നിങ്ങളെ സംസാരിച്ച് ഫ്ലുവൻ്റ് ആക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുന്ന ഒരു കോഴ്സാണ്. ഈ ട്രെയിനിങ് സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ ക്ലാസ്. ബൈ ഫോർ നൗ.